ഹലോ മക്കളെ, ദേവൻസ് വ്ലോഗിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. സാമ്പ്രാണിക്കൊടി ഐലൻഡ്സിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. ഇതിനു മുന്നേ കുറേ പേര് വന്നിട്ടുണ്ട്, വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. സോ ഇതാണ് രശ്മി നമ്മുടെ വ്ളോഗിൽ ഫസ്റ്റ് ടൈമാണ്. സോ രശ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രശ്മി എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ലായിരുന്നു. പിന്നെ പരിചയപ്പെട്ടു, ഡാൻസ് ക്ലാസ്സിന് പോയി. അവിടെ വെച്ച് അവളെ കൂടുതൽ പരിചയപ്പെടാൻ ഉള്ള അവസരം കിട്ടി. അങ്ങനെ പരിചയപ്പെട്ടൊക്കെ വന്ന് സംസാരിച്ച് വന്നപ്പോൾ അവളും പന്തളത്തെ എടപ്പോൺ എന്ന സ്ഥലത്തിൽ പടനിലം ആ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. സോ ഏകദേശം ഞങ്ങൾ നാട്ടുകാരായി, പിന്നെ കൂട്ടുകാരായി, പിന്നെ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ഞങ്ങൾ സഡൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ നാട്ടിലേക്ക് വന്ന കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ്. അപ്പം ദൂരയാത്ര എങ്ങോട്ടും പറ്റിയില്ല ഇപ്രാവശ്യം. അപ്പോൾ ജസ്റ്റ് കൊല്ലം വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വന്നതാണ് ഇവിടെ. പിന്നെ അവളും കൂടെ ഉള്ളപ്പം ജസ്റ്റ് ഒന്ന് പോയി വരാം. അവളും വെക്കേഷന് വേണ്ടിയിട്ട്, അവൾ പിന്നെ ഒരു മാസം ഉണ്ട്, ഞാൻ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ നാട്ടിൽ, കാരണം എനിക്കതിന് രീതിയില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ വന്നു, സാമ്പ്രാണിക്കൊടി വന്നു. അവിടെ നിന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തു. കാർ പാർക്കിംഗ് 30 രൂപയാണ് ഗൈസ്. പിന്നെ അവിടെ ഐലൻഡിലേക്ക് പോകാനുള്ള ചാർജ് ഉണ്ട്, ഫെയർ ഉണ്ട്. അത് പെർ ഹെഡ് 150 ആണ്. 5 വയസ്സിന് താഴെ പിള്ളേരാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് വേണ്ട, അല്ലാത്തവർക്ക് ടിക്കറ്റ് വേണം. സോ നമ്മൾ 3 പേരുണ്ടായിരുന്നു, 450 കൊടുത്തു. പിന്നെ അവിടുന്ന് നമ്മൾ ബോട്ടിൽ കയറും, സേഫ് ജാക്കറ്റ്സ് എല്ലാം ഇട്ട് നമ്മൾ സേഫ്ലി കൊണ്ട് ഐലാൻഡിൽ കൊണ്ടുപോകും. ഐലാൻഡിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ റീൽസ് കുറേ കണ്ടിട്ടുണ്ട്, വ്ളോഗ് കുറേ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ ആ ഐലാൻഡിൽ തന്നെ കുറേ ചെറിയ ചെറിയ കടകൾ കണ്ടു, ഉപ്പിലിട്ടൊക്കെ വെച്ച കടകൾ കണ്ടു. ഞാൻ പക്ഷേ അവിടെ പോയപ്പം ഞങ്ങൾ അതൊന്നും കണ്ടില്ല. എൻ്റെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അതുപോലൊന്നും അല്ലായിരുന്നു. നോർമൽ കുറച്ച് സ്ഥലത്ത് അവർ ഐലൻഡ്സ് കെട്ടി ഒരു ഫ്രീ ടൈം, ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പിക്നിക് സ്പോട്ട് അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ പിള്ളേർ കുറേ എൻജോയ് ചെയ്തു. ദേവനും കേശും കണ്ടിന്യൂ വെള്ളത്തിലായിരുന്നു. സോ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, നമ്മളും എൻജോയ് ചെയ്തു. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാൻ രശ്മിയും കൂടെ ഫസ്റ്റ് ഒരു ട്രിപ്പാണിങ്ങനെ. സോ അങ്ങനെ ഞങ്ങളും കുറേ എൻജോയ് ചെയ്തു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. വരാത്തവർ വരിക, വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നല്ല രസമാണ്. വലിയൊരു കായൽ, അതിൻ്റെ നടുക്ക് കുറച്ച് പണിഞ്ഞ് അവരിട്ടേക്കുന്നു. അവിടെ നമുക്ക് ഇറങ്ങാം, കളിക്കാം, ഫോട്ടോസ് എടുക്കാം. സോ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ദേവനും പറയട്ടെ. ഓക്കെ, ദേവൻ പറ. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു. ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.